വേഗം തിരുവചന ധ്യാനത്തിലേക്ക് ഇതര മുഖവുരകൾ കൂടാതെ പ്രവേശിക്കേണ്ടതുണ്ട്. ആമുഖമായി ഒരു വാക്യം വായിക്കാം. ആവശ്യമെങ്കിൽ ചില വാക്യങ്ങൾ കൂടി വായിക്കണം. ആദ്യമായി വായിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി 4:12. അതിലെ സുപരിചിതമായ ആ വചനമാണ് അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. വളരെ അനുഗ്രഹീതമായ ഈ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പാലസ്റ്റൈൻ എന്ന് വിളിക്കുന്ന ഇസ്രയേൽ രാഷ്ട്രം, യഥാർത്ഥത്തിൽ ആ നാടിൻ്റെ പേര് വരേണ്ടത് ഇസ്രയേൽ എന്ന് തന്നെയാണ്. നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കഴിഞ്ഞതുപോലെ ഈ രാഷ്ട്രം ഒരു ഘട്ടത്തിൽ റോമൻ സർവാധിപത്യത്തിൻ്റെ കീഴിലായി. അന്ന് റോമക്കാർ ഈ നാടിനിട്ട പേര് ആണ് പാലസ്റ്റൈൻ. ആ പേരിടാനുള്ള കാരണം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ നിരവധി പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇന്ത്യയിലെന്ന വണ്ണം അവിടെ ഉണ്ടായിരുന്നു. അതിൽ വ്യത്യസ്തമായ ഒരു ആത്മീകത, ഏകസത്യ ദൈവം, യാഗങ്ങൾ, ആരാധനകൾ, ഇതിലെല്ലാം വ്യത്യസ്തത പുലർത്തുന്ന ഒരു ജനത അതായിരുന്നു ജൂതന്മാർ. അവരോടുള്ള ഒരു പക ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ വസിച്ച നാടിന് അവരുടെ ശത്രുക്കളുടെ പേർ ചേർത്ത് വിളിച്ചു. ഒരു മതവികാരം വ്രണപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ. അവരുടെ ആ ശത്രുക്കളായിരുന്നു നമ്മളറിയുന്ന ഫിലിസ്ത്യർ. ഫിലിസ്ത്യരുടെ ദേശം എന്ന അർത്ഥത്തിൽ ദ ലാൻഡ് ഓഫ് ഫിലിസ്ത്യൻസ് എന്ന ഒരു പ്രയോഗത്തിൽ നിന്നാണ് പാലസ്തീൻ എന്ന പദം ഉണ്ടായത്. പുതിയ നിയമത്തിലൊക്കെ നമ്മൾ പാലസ്തീൻ എന്ന് കാണും. യേശു കർത്താവിൻ്റെ കാലത്ത് പാലസ്തീൻ്റെ വലിപ്പം 120 കിലോമീറ്റർ ആയിരുന്നു. ഈ 120 കിലോമീറ്ററുകളുള്ള പാലസ്തീൻ ഏകദേശം നമ്മുടെ കേരളം കണക്കെ തെക്ക് വടക്കായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്നും അതങ്ങനെയാണ്. കേരളത്തോളം വലിപ്പമില്ല. ഏതാണ്ട് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളുടെ അത്രയും വിസ്തൃതി ഇപ്പോൾ ഇസ്രയേലിനുണ്ട്. അല്പം കൂടി യുദ്ധം കഴിഞ്ഞപ്പോൾ അടുത്ത കാലത്തെ യുദ്ധങ്ങളൊക്കെ അവരെ അതിർത്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ 120 മൈൽ എന്നത് പുതിയ നിയമ കാലഘട്ടത്തിലെ കണക്കാണ്. 3 ടെറിട്ടറികൾ കേരളം എന്ന വണ്ണം ആ പാലസ്തീനും ഉണ്ടായിരുന്നു. നമ്മുടെ 3 ടെറിട്ടറികൾ എന്ന് പറയുന്നത് ഒന്ന് തിരുവിതാംകൂറാണ്, മറ്റൊന്ന് മധ്യ തിരുവിതാംകൂറാണ്, അല്ലെങ്കിൽ കൊച്ചിയാണ്, തിരുക്കൊച്ചി എന്നൊക്കെയാണല്ലോ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊന്ന് മലബാറാണ്. ഇങ്ങനെ അവർക്കുമുണ്ട് 3 പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. അതിൽ അങ്ങ് തെക്കൻ മേഖല അതും കേരളത്തോട് സമാനമാണ്. കാരണം അവരുടെ ക്യാപിറ്റൽ സിറ്റി തെക്കായിരുന്നു, ജെറുസലേം. ക്യാപിറ്റൽ സിറ്റി ഉൾക്കൊള്ളുന്ന ആ ഭൂപ്രദേശം അറിയപ്പെട്ടത് ജൂഡിയ എന്നായിരുന്നു, യഹൂദ്യ. ആ യഹൂദ്യ സംസ്കാര സമ്പന്നമായിരുന്നു. കാരണം അന്നും ഇന്നും അത് കോസ്മോപൊളിറ്റൻ സിറ്റികളിൽ പെടുന്ന ഒരു സിറ്റിയാണ് ജെറുസലേം. പഴയ ജെറുസലേമിനെ എടുത്താലും അത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഇടമാണ്. വാസ്തവത്തിൽ അതൊരു തുറമുഖ നഗരമല്ല. സാധാരണഗതിയിൽ പൗരാണിക നഗരങ്ങളൊക്കെ തന്നെ, വളരെ വലുതായിരുന്ന വികാസം പ്രാപിച്ച നഗരങ്ങളൊക്കെ തന്നെ തുറമുഖങ്ങളോ ആയിരുന്നു. കാരണം കടൽ തീരമുണ്ടെങ്കിലേ ട്രേഡ് വിജയിക്കൂ. കൊച്ചി പോലെയൊക്കെ തന്നെ. യെരുസലേം അങ്ങനെയല്ല. എന്നാൽ യെരുസലേം വളരെ പ്രധാനമാണ്. വ്യത്യസ്ത തരത്തിലെ ആളുകൾ വന്നുചേരുന്ന ഒരിടം എന്ന നിലയിൽ ഒരു സങ്കര സംസ്കാരം യെരുസലേമിൽ ഉണ്ടായിരുന്നു. എല്ലാ സംസ്കാരത്തെയും സ്വീകരിച്ചുകൊണ്ട് രൂപപ്പെട്ട നല്ല വിവരവും അറിവുമുള്ള മനുഷ്യൻ. കാരണം നമുക്കറിയാം, ഇന്ന് ഇംഗ്ലീഷ് എങ്ങനെ സാർവദേശീയ ഭാഷ, മുഖ്യ സമ്പർക്ക ഭാഷ ആയിരിക്കുന്നു, ഇതുപോലെ
അന്ന് ഗ്രീക്കായിരുന്നു ലോകഭാഷ. യെരുസലേമിലൊരു യഹൂദന് നല്ല ഗ്രീക്ക് അറിയാം. അയാൾക്ക് മതപരമായ വായനയ്ക്ക് വേണ്ടി എബ്രായി അറിയാം. അവർ തമ്മിൽ പക്ഷേ സംസാരിക്കുന്നത് അരമായിക്ക് എന്നൊരു ഭാഷയാണ്. നമ്മുടെ കർത്താവൊക്കെ സംസാരിച്ച അരമായിക്കാണ്. ഇനി രാജ്യം ഭരിക്കുന്ന റോമക്കാരുടെ ഭാഷയും അവിടെയുണ്ട്, അത് ലാറ്റിനാണ്. ഈ 4 ഭാഷകളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ, ദേവാലയവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷക്കാർ, വലിയ കച്ചവട സ്ഥാപനങ്ങൾ, പാഠശാലകൾ, മതപഠന കേന്ദ്രങ്ങൾ ഒക്കെ കൊണ്ട് ജെറുസലേം പ്രസിദ്ധമായിരുന്നു. അതുകൊണ്ടാണ് സഹോദരന്മാർ പറഞ്ഞത്, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നിൽക്കരുത്, ഗോ ടു ജെറുസലേം. കാരണം അത്ര വലിയ ശ്രദ്ധേയമായ സ്ഥലമാണ്. അപ്പം അവിടെയുള്ള ജൂതന്മാർ സംസ്കാര സമ്പന്നരായിരുന്നു, അറിവുള്ളവരായിരുന്നു. ഇനി അങ്ങ് വടക്കോട്ട് ചെല്ലുക. വടക്കോട്ട് ചെല്ലുമ്പോൾ സ്ഥിതി നേരെ വിപരീതം. കാരണം അവർ ഗ്രാമവാസികളാണ്. നാടിൻ്റെ ഗ്രാമീണമായ ലാളിത്യം, അതിലിങ്ങനെ ജീവിക്കുന്ന സാധുക്കൾ. ഭാഷാ നിപുണന്മാരല്ല, പഠിപ്പില്ലെന്ന് മാത്രമല്ല, നമ്മൾ പറയുന്നൊരു പദമുണ്ടോ, ഇല്ലിട്രസി. അതിൻ്റെ രൂക്ഷമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്ഥലം. നടുക്കൊരു സ്ഥലമുണ്ട്, അത് ഈ 2 കൂട്ടരോടും വൈരുദ്ധ്യം വെച്ച് പുലർത്തുന്നതും അവർ തിരിച്ച് അങ്ങനെ തന്നെ കാണുന്നതുമായ ശമര്യയാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, യെരുസലേമിലെയും ഗലീലിയായിലെയും വടക്ക് ഗലീലിയായിലുമുള്ള യഹൂദന്മാർക്കിടയിൽ ശമരി എന്നൊരു സ്ഥലം വന്നപ്പോൾ ഈ ശമരിയുടെ സാന്നിധ്യം ജൂത സംസ്കൃതിയെ തെക്കും വടക്കുമായി പിളർത്തി. 2 ഭാഗത്തേക്ക് അവരെ മാറ്റിക്കളഞ്ഞു. ഇവർ തമ്മിൽ സമ്പർക്കമില്ലാത്ത വിധത്തിൽ ഈ സ്ഥലം അവിടെ കിടക്കുക. അതിൽ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആമുഖമായി ക്ഷണിക്കുന്നത്. അത് ഗലീലിലേക്കാണ്. എന്താ ഗലീലിയയുടെ പ്രത്യേകത? അവിടെ ഒരു ജലാശയമുണ്ട്. ആ ജലാശയത്തിൻ്റെ പ്രത്യേകത എന്താ? മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകം. ആ തടാകം ഏതാണ്ടൊരു 14 മൈല് നീളവും ഒരു 6-7 മൈല് വീതിയുമുള്ള ഒരു ചെറിയ ജലാശയം. ഏതാണ്ട് റോവൽ ഷേപ്പാ. അതിൻ്റെ ജിയോഗ്രഫിക്കലായ ഭൂമിശാസ്ത്രപരമായ ആ ലൊക്കേഷൻ ഒരു പ്രത്യേകതയുണ്ട്. കുറേ മലകൾ മുട്ടി ഉരുമ്മി കിടക്കുക. ആ മലയുടെ ഉള്ളിൽ ഒരു ചെറിയ ആഴത്തിലെ സ്ഥലം രൂപപ്പെട്ടു വരിക. ആ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുക. നിങ്ങളൊരു ടേബിളിൽ ഓവൽ ഷേപ്പുള്ള ഒരു കപ്പിൽ വെള്ളം നിറച്ചു വച്ചിരിക്കുന്ന പ്രതീതി ഉണ്ടാകും. അതിന് താഴെയൊക്കെ സമതലമാണ്. അപ്പോൾ ഒരു സമതല പ്രദേശത്തുനിന്ന് ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആ മലനിരകൾക്കുള്ളിൽ ഒരു ലേക്ക്, ഒരു തടാകം. ഈ തടാകത്തിൽ വെള്ളം വരുന്നത് ഹെർമോന്യമലയുടെ മുകളിൽ നിന്നാണ്. ഇവിടെ കൂടിക്കിടക്കുന്ന ഈ ജലാശയത്തിൻ്റെ പേര് വാസ്തവത്തിൽ ഗലീലിയ കടൽ. ഇത് കടലൊന്നുമല്ല, ഇത് ഒരു തടാകം. പിന്നെ എങ്ങനെ കടലെന്ന് പേര് കിട്ടിയെന്നാ? അവിടെ പരിസരത്ത് പാർത്തവൻ്റെ വിവരം അത്രേ ഉള്ളൂ. അവൻ ഈ ചെറിയ വെള്ളക്കെട്ടിനിട്ട പേരാണ് കടൽ. ആ പേര് സൗകര്യാർത്ഥം മാറിക്കൊണ്ടിരുന്നു. തിബെരിയോസ് കടൽ എന്ന് വിളിച്ചിട്ടുണ്ട് ഇതിനെ. ഗെന്നസരേത്ത് തടാകം എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതിന് മറ്റൊരു പേരുണ്ട്, കിന്നരോത്ത് കടൽ. അപ്പോൾ കിന്നരോത്ത്, ഗെന്നസരേത്ത്, ഗലീലിയ, തിബെരിയോസ് എന്നൊക്കെ കേട്ടാൽ സംഗതി ഒന്ന് തന്നെ. ഒറ്റക്കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇത് കടലല്ല, ഇതൊരു ജലാശയം, ശുദ്ധജലമാണ്. വിഷയവുമായി വലിയ ബന്ധമില്ലാത്തൊരു കാര്യം കൂടി പറയാം. ഈ കടലാണ് ഇസ്രയേലിലെ ജനതയുടെ ജീവനാഡി എന്ന് പറയാം. കാരണം അത്ര ശുദ്ധജലമാണ്. നമുക്കിവിടെ വെള്ളത്തിൻ്റെ വില അത്ര കണ്ടറിയാത്തത് ജലസമൃദ്ധിയുള്ളൊരു സ്ഥലമായതുകൊണ്ടാണ്. അതിന് ക്ഷമിക്കണം, ഒരു കാര്യം പറയാതെ വയ്യ. നമുക്ക് ഈ നദികളെല്ലാം തന്നെ ഈശ്വര സങ്കല്പത്തിലാണ് അധിഷ്ഠിതം. അങ്ങനെയാ നമ്മൾ അതും
ഒരു സ്ത്രൈണഭാവമാണ് ഇന്ത്യയിലെ നദികൾക്ക്, ഒന്നൊഴിച്ചു ബാക്കിയല്ല. ഒരു നദി മാത്രം ആണാണ്, അല്ലെ പുരുഷനാണ്, അതിൻ്റെ പേരാണ് ബ്രഹ്മപുത്ര. ബാക്കിയൊക്കെ സ്ത്രീകളുടെ പേരാണ് നദിക്ക്. കണ്ടാണ് ഞാൻ പണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒരു തീരുമാനമെടുത്തിരുന്നു, നദികളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് ജലലഭ്യത ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതിനെ കൺട്രോൾ ചെയ്ത് ഒഴുക്കി അവിടെ വെള്ളം ഉണ്ടാക്കുക, വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക. 11,000 കോടി റുപ്യ ഇന്ത്യൻ റുപ്പി വകയിട്ടുകൊണ്ട് ചിലവിട്ടുകൊണ്ട് അത് ചെയ്യാൻ പദ്ധതി ഇട്ടതാണ്. ജോൺ ജോസഫ് സാറ് വായിച്ചോന്നറിയില്ല, ഞാൻ അന്ന് തന്നെ എഴുതി ഇത് വിജയിക്കുകയില്ല, നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറയാൻ കാരണം എനിക്ക് പ്രവചനം ഉണ്ടായിട്ടല്ല. ഈ നദികളുടെ എല്ലാം പേര് സഹോദരിമാരുടെ പേരാണ്, നിങ്ങൾ യോജിച്ചു പോകില്ല. അതുകൊണ്ടാണ് ആ ഒരു ദീർഘവീക്ഷണം കൊണ്ട് ഞാൻ എഴുതി. ഇന്നുവരെയും നടന്നിട്ടില്ല. കാരണം സ്ത്രീകളൊന്ന് യോജിച്ചു പോകാൻ വലിയ പ്രയാസമാണ്. അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികളും ഒരു മോനുമാണ്. ഈ 3 സ്ത്രീകളുടെ വീട്ടിൽ അവർ തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷേ നിസാര കാര്യം അകത്തുനിന്ന് കേൾക്കുന്നത് സ്ഫോടനാത്മക ശബ്ദത്തിലാണ്. എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, ഇനി എന്തല്ല അതിൻ്റെ ബാക്കി എന്താവെന്ന് അറിയില്ല. പിണങ്ങല് പരിവഹിക്കല് പറഞ്ഞത്, നദികളല്ല ഇന്ത്യയിൽ ദൈവസങ്കല്പമാണെങ്കിൽ മറ്റ് രാജ്യക്കാർക്ക് നദി വെറും നദിയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നദിയെ നദിയായി കാണുന്നവൻ്റെ നാട്ടിലെ വെള്ളം കോരി കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നദിയെ ആത്മീയതയായി കാണുന്നവൻ്റെ നാട്ടിലെ വെള്ളത്തിൽ നിന്ന് കൈ തൊടാൻ വയ്യ, കോളിഫോം ബാക്ടീരിയ. എന്തൊരവസ്ഥ! എറണാകുളംകാരായി നിങ്ങളോട് കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ ഇസ്രയേലിൽ നല്ല തെളിഞ്ഞ വെള്ളം, ഇതിൻ്റെ ഉപയോഗം നിമിത്തം ഒരു ദിവസം 1 ഇഞ്ച് കണക്കിന് ഇത് വറ്റാൻ തുടങ്ങി. അന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലൊരു സയൻറ്റിസ്റ്റുകളുടെ സംഘം അവിടെ പഠനത്തിനെത്തി. ആ സയൻറ്റിസ്റ്റുകൾ യോർദാനിൽ നിന്ന്, അതുപോലെ സിറിയയിൽ നിന്ന്, ഈജിപ്തിൽ നിന്നുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ അയച്ചതാണ്. അവർ റിപ്പോർട്ട് കൊണ്ടുവന്നു. 1996 ആകുമ്പോഴേക്കും ഈ വെള്ളം വറ്റും, കിട്ടാക്കനിയാകും കുടിവെള്ളം. ഇസ്രയേലിൽ കിട്ടാക്കനിയാകും വെള്ളം ഏറ്റവും വിലമതിക്കുന്ന ഒന്നായി വെള്ളം മാറും. അത് പറ്റുക. അവരത് കണ്ട് അടങ്ങിയിരുന്നില്ല. മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം പമ്പ് ചെയ്ത് പല ഘട്ടങ്ങളിലൂടെ പ്യൂരിഫൈ ചെയ്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള ഉപ്പുണ്ടാക്കി. ശേഷിച്ച വെള്ളം തിരിച്ച് ഇതിലേക്ക് ഒഴുക്കി. ഈ ജലാശയം വീണ്ടെടുത്തപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. 96 വറ്റി വരളുമെന്ന് നിരീക്ഷിച്ച 3 അയൽ രാജ്യങ്ങളിലെ സയൻറ്റിസ്റ്റുകളുണ്ടല്ലോ, ആ നാട്ടിലേക്ക് 93 3 വർഷം മുമ്പ് തന്നെ കുടിവെള്ളം കയറ്റി അയക്കുന്ന രാജ്യമായി മാറി. കണ്ടോ, ചിലതരം പ്രശ്നങ്ങളോട് നേരിടുന്ന ജൂതൻ്റെ മനോഭാവം കണ്ടോ? ആ നാടാണ് ഈ ഗലീലിയ. പണ്ടതങ്ങനൊന്നുമല്ല. അപരിഷ്കൃതരായ കുറേ മനുഷ്യർ, ഇല്ലിട്രസി പ്രധാനം. നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിരക്ഷരതയുണ്ടെങ്കിൽ ആ ദേശം ഇരുട്ടില്ല. ആ നിരക്ഷരത ഒരു സമൂഹത്തെ തെറ്റായ ചിന്തകളിലേക്ക് നയിക്കും. വിശേഷിച്ച് ദുർമന്ത്രവാദങ്ങൾ, അതല്ലെങ്കിൽ അധാർമിക ജീവിതം, മയക്കുമരുന്നുകളുടെ ഉപയോഗം, അങ്ങനെ തിന്മകളുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇല്ലിട്രസി എന്നത് കേവലം ഒരു പ്രശ്നമല്ല. അക്ഷരമറിയാതിരിക്കുക, വായിക്കാൻ അറിയാതിരിക്കുക, സമൂഹത്തെക്കുറിച്ച് അറിയാതിരിക്കുക, അത് അന്ധവിശ്വാസം വർദ്ധിപ്പിക്കും. സാമൂഹ്യബോധവും ശാസ്ത്രബോധവും ഒക്കെ നിരസിക്കും. ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലത്ത് ബേത്സയിദ എന്നും ഈ കടലിന് പേരുണ്ട്. ഈ ബേത്സയിദ കടലിൻ്റെ തീരത്ത് ബേത്സയിദ എന്നൊരു പട്ടണവും ഉണ്ടായിരുന്നു. അവിടെ ബേത്സയിദക്കാരനായ പത്രോസ് എന്നൊരു മനുഷ്യൻ. ഈ പേരിന്ന് പ്രസിദ്ധ, നമുക്കറിയാം.
അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പശ്ചാത്തലം പറഞ്ഞേ. അറിവ് പോരാ, ജീവിതാനുഭവങ്ങൾ അവരെ എന്നും കൂടുതൽ കൂടുതൽ വിധിക്ക് വിധേയമായി ജീവിക്കുന്ന പരുക്കൻ മനുഷ്യരാക്കി മാറ്റും. കടലിനോട് പടവരുതുക, ഈ ജലാശയത്തിൽ മീൻ പിടിക്കുക, വലയും പടകുമൊക്കെ നന്നാക്കി ജീവിക്കുക. എന്തായിരിക്കും അവിടെ ജീവിച്ചു വളർന്നവന്റെ ഏറ്റവും വലിയൊരാഗ്രഹം? വലവീശി മീനെ പിടിക്കുന്ന, ചൂണ്ടലിട്ട് മീനെ പിടിക്കുന്ന ആ സാധുവായ മനുഷ്യന്റെ ജീവിതത്തിലെ വലിയൊരു ലക്ഷ്യം, എനിക്ക് സ്വന്തം വലയും പടകുമൊക്കെ വേണം, എനിക്ക് കുറേയധികം തൊഴിലാളികളെ കൊണ്ടുവരണം, അവരുടെ കീഴിൽ പണിയെടുക്കണം, എനിക്കോ ഈ ഗതി പറ്റി. ഈ കഠിനാധ്വാനങ്ങളുടെ വഴിയിലൂടെ പോകുമ്പോൾ മക്കൾ കൂടുതൽ നന്നാവണം, അങ്ങകലെ യെരുശലേമിലുള്ള പാഠശാലകളിൽ അവരെ അയക്കണം, അവർ കഴിവുള്ളവരായി മാറണം. 100 സ്വപ്നങ്ങളോടെ ഈ ജലാശയത്തിലേക്ക് ജോലിക്ക് പോകുന്ന മനുഷ്യർ ഈ ലക്ഷ്യങ്ങളോടെയാണ് പ്രഭാതത്തിൽ പോകുന്നതെങ്കിൽ വഴിക്ക് കഴിക്കുന്ന മദ്യം, അവിടെ തമ്മിലുണ്ടാകുന്ന ഏറ്റുമുട്ടല്, അതിനുശേഷം വീട്ടിലെത്തുമ്പോഴുണ്ടാകുന്ന സ്വരച്ചേർച്ചയില്ലാത്ത അവസ്ഥകൾ, വീട്ടിൽ സന്തോഷമില്ല, സമൂഹത്തിൽ അവന് ആനന്ദമില്ല, പോകുന്ന വഴിയൊക്കെ വേദന നിർഭരം. ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ വലയോടും പടകിനോടും കലഹിക്കും, വല വീശി കിട്ടാതെ പോയ മീനുകളെ കുറിച്ച് ദുഃഖിക്കും. ആർത്തലക്കുന്ന ഈ ജലാശയത്തിലൂടെ വള്ളക്കെട്ടിൽ പോകുമ്പോൾ നിരവധി അന്ധവിശ്വാസങ്ങൾ വരെ പിന്തുടരും. കാരണം ഈ ജലാശയത്തിന്റെ അഗ്രത്തിൽ അല്പം ലോപിച്ച് ഞാരവായ ഒരു സ്ഥലമുണ്ട്, ഒരു എറിയുണ്ട്. അവിടുന്ന് വെള്ളം വീണ്ടും ഒഴുകിയ ആ ഒഴുക്കിന്റെ പേരാ യോർദാൻ. അത് ചെന്ന് ചേരുന്നതാ ചാവുകടൽ. ആ സൂചിമുന പോലെ നേർത്ത ആ പരിസരമുണ്ടല്ലോ, അവിടെ അടിയൊഴുക്ക് രൂക്ഷമാ. നോക്കി നിൽക്കേ, അതുവഴി വെള്ളം പോയാൽ അട്ടിമറിച്ചുകൊണ്ട് ഈ വള്ളത്തിലിരിക്കുന്നവരൊക്കെ വീഴും, ചിലരൊക്കെ മരിക്കും. അതുകൊണ്ട് വള്ളക്കാർ ആ വഴി പോവില്ല. മരണം പതിയിരിക്കുന്ന ഈ സ്ഥലം അവർക്ക് ഭീകരമായിരുന്നു. ആ സ്ഥലത്ത് അവരുടെ പൂർവികരുടെ വള്ളങ്ങൾ പലതും മുങ്ങിപ്പോയതാ. അപ്പൊ ജലഭൂതമുണ്ടെന്ന് കരുതുന്ന ഇടം തങ്ങൾക്ക് സമൃദ്ധി കിട്ടാത്തതിനെ ചൊല്ലി എന്നുമെന്നും വേദനിക്കുന്ന മനസ്സ്, വീട്ടിലേക്ക് എത്തുമ്പോൾ നിരാശ, എത്ര അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ജീവിതത്തിന്റെ ഭൗതിക ദുഃഖങ്ങൾ. അതിനപ്പുറത്ത് ആത്മീയത എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചകളിൽ 1-2 കൂടുന്ന സിനഗോഗുകളിലെ പ്രാർത്ഥനയാണ്. അടുത്ത് സിനഗോഗുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ പോകും. അവർക്ക് 120 മൈൽ അകലെയുള്ള യെരുശലേമിലെ ദേവാലയം ആണ്ടിൽ 6-7 തവണ മാത്രം ആരാധനയ്ക്ക് പോകുന്ന പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ സമ്മേളിക്കാനൊരു ഇടമാ. അവിടേക്ക് പത്രോസും ഗലീലിയ നിവാസികളും ഒക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള പരിഷ്കൃതര് ഇവരെ കാണുന്നത് എങ്ങനെയാ? ശരീരത്ത് മത്സ്യഗന്ധമുള്ള, പണിയെടുത്ത് അധ്വാനിച്ച, അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന നിഷ്കളങ്കരായ കുറേ മനുഷ്യരെ കണ്ടിട്ട്, പരിഷ്കാരികളായ യെരുശലേമിലെ ആളുകൾ ഇവരെ കണ്ടിട്ട് തങ്ങളോളമൊന്നും കെൽപ്പില്ലാത്തവരെന്ന് കരുതി നിരാകരിക്കുന്ന അവസ്ഥ. അവിടെ നിന്ന് എന്നും വേദനിക്കുന്ന മനസ്സോടെ ഒരിക്കൽ ഈ മനുഷ്യൻ വീട്ടിൽ വരുമ്പോൾ തൻ്റെ സഹോദരൻ അന്ത്രയോസ് സന്തോഷചിത്തനായി വന്നു. അന്ത്രയോസ് വിളിക്കുകയാണ്, അനിയ ഇങ്ങോട്ട് വാ. ചേട്ടനാണോ അനിയനാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. അനിയനാകണം, കാരണം അന്ത്രയോസിൻ്റെ പേര് ആദ്യം പറയുന്നു എന്നതതിൻ്റെ കാരണം. അന്ത്രയോസ് വന്നു, അനിയൻ വന്നു. ആ എന്താ? ചേട്ടൻ്റെ മുഖത്ത് വലിയ സന്തോഷം, ഇതുവരെ കാണാത്ത സന്തോഷം. കടലിൽ അധ്വാനിക്കുന്നവൻ ഈ സന്തോഷം വരുന്നതേ പെരുത്ത മീൻകൂട്ടം കിട്ടുമ്പോഴല്ല, ആ മീൻകൂട്ടത്തിന് വില കിട്ടുമ്പോഴാ. എത്ര കിട്ടും കാര്യമില്ല, വിപണിയിൽ അതിന് വില വേണം, അല്ലെങ്കിൽ അതിന് കഠിനാധ്വാനമാ. കൂടുതൽ ചുമക്കണം, കൂടുതൽ പണിയെടുക്കണം. വിപണി ശരിയല്ലെങ്കിൽ ജീവിതം ദുരന്തമാ. എന്താ പറ്റിയത്? മത്സ്യത്തിന് വില വർദ്ധിച്ചോ? എന്താ സംഭവിച്ചത്? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ പറയാ, സഹോദര, കേൾക്കാൻ കാത്തിരിക്കുന്ന വിലപിടിപ്പുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജൂതൻ കാത്തിരിക്കുന്ന, അല്ലല്ല ലോകം കാത്തിരിക്കുന്ന മഹത്തരമായ ആനന്ദനിർഭരമായ ഒരു വാർത്തയുണ്ട്. ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ഈ കണ്ടെത്തലിന്റെ പേരാണ് സുവിശേഷം. ആ കണ്ടെത്തൽ ഉലകത്തോട് ആദ്യം അറിയിച്ച ആട്ടിടയന്മാർക്കൊക്കെ ശേഷം അതിനെ നേരിട്ട് കണ്ട് അനുഭവിച്ച ആദ്യത്തെ അപ്പോസ്തലന്റെ പേരാ അന്ത്രയോസ്.
അങ്ങനെ അന്ത്രയോസ് തുടങ്ങി വെച്ച ആ സുവിശേഷ ഘോഷണം ഞങ്ങൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ബാനറിൽ ഇന്ന് രാത്രി ഈ ദേശത്തോട് അറിയിക്കുമ്പോൾ ആ സുവിശേഷത്തിന്റെ തനിമ വിടാതെ അതേ ഉള്ളടക്കത്തോടെ അതേ ആവേശത്തോടെ വിളിച്ചു പറയാം, ന്യായപ്രമാണവും പ്രവാചകന്മാരും അന്വേഷിച്ചവനെ, തിരഞ്ഞവനെ ഞങ്ങളിതാ കണ്ടെത്തി. അവിടുത്തെ പേരെത്രേ? കർത്താവായ യേശു ക്രിസ്തു. ഇതാണ് സുവിശേഷം. ഇത് കേട്ട മാത്രല്ല പത്രോസ് ഓടി ഈ പറഞ്ഞ ആളിനെ കാണാൻ. ആ നിഷ്കളങ്കനായ മനുഷ്യനെ ഓർത്തേ, ചേട്ടാ ഈ വിശദമായിട്ട് അന്വേഷിച്ചോ എന്ന് ചോദിച്ചില്ല, നേരാണോ എന്ന് ചോദിച്ചില്ല. വാർത്ത കേട്ടതും ഒരോട്ടം. അങ്ങനെ ചിലതരം സന്ദേശങ്ങളുടെ സവിശേഷത നിന്ന് വിവേചിക്കാതെ അത് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. സുവിശേഷത്തിന്റെ തനിമയതാ, അത് നേരെ ഹൃദയത്തിലേക്ക് ഇരമ്പി കയറുന്നതാ. ഈ യുക്തിയുടെ വിവേചനങ്ങൾക്കപ്പുറത്ത്, സാമാന്യ നിരീക്ഷണങ്ങൾക്കപ്പുറത്ത്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത് അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമെങ്കിൽ ഇവിടെ അയക്കുന്ന ദൈവത്തിന്റെ വചനം അവിടുത്തെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ല. ദൂരത്തും ചാരത്തും ഇരുന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നാളുകളായി അന്വേഷിക്കുന്ന 100 ചോദ്യങ്ങളുടെ ഉത്തരം ഇതാ ഇവിടുന്ന് പുറപ്പെട്ടു വരികയാ. ഞങ്ങളുടെ പാട്ടായി, ഞങ്ങളുടെ പ്രസംഗമായി, നാളെ കേൾക്കാനിരിക്കുന്ന സന്ദേശമായി, ഈ ദിനങ്ങളിലെ ദൈവപ്രവൃത്തി ഞങ്ങൾ ഉയർത്തുന്ന നസറായനായ യേശുവിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് ചില പ്രത്യേകതയുണ്ട്. അത് ഉദ്ദേശം സാധിക്കാതെ മടങ്ങി വരികയില്ല. വിശ്വസ്തയോടെ ആര് കാതുകൂർപ്പിച്ചിരിക്കും, ആര് ഹൃദയം തുറന്നിരിക്കും, അവർക്ക് ഈ സന്ദേശം ഇന്ന് രാത്രി വിടുതലാണ്. അവർക്ക് ഈ സന്ദേശം രോഗശാന്തിയാണ്. അവർക്ക് ഈ സന്ദേശം അടിമുടി ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പുത്തൻ ഉണർവ, ഒരു പുത്തൻ സംസ്കാരമാ. അതുകൊണ്ട് പത്രോസ് ഓടിച്ചെന്നു. ആ പാവം മനുഷ്യന് ആ ഓട്ടത്തിൽ അറിഞ്ഞില്ല. ഈ ഓട്ടം, ഈ കാൽവെപ്പ് ചരിത്രത്തിലേക്കാ. ഓരോ അടി മുന്നേറുമ്പോഴൊക്കെ ഗലീലിയക്കാരനെന്ന് ചാപ്പകുത്തൽ കൊണ്ട് ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തി എനിക്ക് വിലയും നിലയും മാന്യതയും വർദ്ധിപ്പിക്കുന്ന ഓട്ടമാണിതെങ്കിൽ ആവേശം കൈവിടണ്ട. നമുക്കും ഇന്ന് ഈ ശബ്ദം കേട്ടിട്ടോടാ. പിമ്പിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ള വിരുദിലേക്ക്, ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടാൻ ബന്ധപ്പെടുന്ന കാലുകളെ ദൈവം 2026 കരുത്തുറ്റതാക്കി തീർക്കട്ടെ. പിന്തിരിയാൻ പാടില്ല. യേശുവിന് വേണ്ടി ആത്മാർത്ഥതയോടെ നിൽക്കാൻ കഴിയുന്ന ചിലർ ഈ രാത്രി രൂപപ്പെട്ടു വരണം. അവർക്ക് വേണ്ടിയ അവരെ കണ്ടെത്താനാ ഈ യോഗം ഇതിനകത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അകത്തും പുറത്തും അവരെ തിരഞ്ഞുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആമുഖമെത്തന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ അച്ഛൻ 2-3 പോയിന്റുകൾ പറഞ്ഞു. ഞാൻ അന്നേരം മേടിച്ചു പോയി. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴേ അത് സുവിശേഷമാണ്. വലിയ സന്തോഷം. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ ഈ സുവിശേഷം പറയാൻ അങ്ങനെ പറയുകയില്ല. എനിക്കിഷ്ടം സുവിശേഷം പറയാനാണ്. എല്ലാ പ്രസംഗർക്കും സുവിശേഷം പറയാനാണ് ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് ഈ മിസൈൽ വീണതും നമ്മുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ടാണ്. ഈ മനുഷ്യൻ ചാകുന്നതും വെട്ടിപ്പിടിക്കുന്നതും ഇതൊക്കെ രസമാണ്, സന്തോഷമാണ്. പക്ഷെ ഇതിനൊന്നും ഗോസ്പലോളം പവറില്ലെന്നേ. ഇതിനൊന്നും ക്രൂശോളം ശക്തിയില്ല. ക്രൂശിൻ്റെ ശക്തി എന്താ പ്രിയപ്പെട്ടവരെ? ക്രൂശ് ഉയർത്തപ്പെടുന്ന ഇടത്ത് എന്ത് വിടുതല. നമുക്ക് ഒരുമിച്ച് ക്രൂശിനെ ഉയർത്തണം ഈ ദേശത്ത്. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് ചെന്നു. പത്രോസിനെ കർത്താവ് തന്നിലേക്ക് സ്വീകരിച്ചു. അന്ത്രയോസ് പറഞ്ഞ അനിയനാ, ചെന്നാട്ടെ ഗുരുവിൻ്റെ അടുത്തേക്ക്. അന്ന് കൂടിയ കൂട്ട. ആ കൂടെ നമ്മളൊക്കെ പെട്ടെന്ന് സെൻറ്റർ വിട്ടു പോകുന്നൊരു പണി കർത്താവ് കാണിച്ചു. അന്ത്രയോസിനെ മാറ്റി പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തു. രണ്ടുപേരൊരു വീട്ടിൽ നിന്നാണ്. അത് തന്നെ മോശം. രണ്ടാമത്തെ കാര്യം, ഈ അന്ത്രയോസ് നിൽക്ക ചെയ്ത് അന്ത്രയോസിൻ്റെ ആത്മീയ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന പത്രോസിൻ്റെ ആത്മീയ ഗുരു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അന്ത്രയോസിനെ മാറ്റിയിട്ട് അത് അനിയനെ പിടിച്ചാക്കി. എന്തൊരു കോംപ്ലക്സാ. നമ്മൾ നന്നാകാത്ത ഇതാന്നേ, നമ്മൾ ശരിയാകാത്ത ഇതാണ്. നോട്ടീസ് അടിച്ചപ്പോൾ എൻ്റെ പേര് വന്നോ? ഫ്ലെക്സിൽ എൻ്റെ തല വ്യക്തമാണോ? 100 ചോദ്യങ്ങളാണ്. നമുക്ക് നമ്മളെല്ലാം മറക്കാം. ഇവിടെ കർത്താവ് ഉയരട്ടെ. ഇവിടെ ഈ പേരും ഒക്കെ പോട്ടെ. നമ്മളൊക്കെ സെലിബ്രിറ്റികളാകുന്നിടത്ത് കൃപ ചോർന്നുകൊണ്ടിരിക്കുകയെന്ന്. പിന്നല്ലേ നമ്മൾ സെലിബ്രിറ്റികളാകുന്നതിനനുസരിച്ച് ഗുഡ് വില്ല് കൂടും, ആ ഇൻകം കൂടും. പക്ഷേ കൃപ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആ കൃപ ചോർന്നാൽ തിരിച്ചു കിട്ടാൻ പാടാ. സെലിബ്രിറ്റി എന്നുള്ള പേരൊക്കെ പിന്നെ വേണ്ടാതെ വരും. അത്
അപ്രസക്തമായി തീരും. പ്രായം നമ്മളെ ആ മൂലം കൊണ്ടിരുത്തും. അപ്പം അതുകൊണ്ട് പത്രോസ് ചെന്നു. യേശു തൻ്റെ ഏറ്റവും അടുത്ത കാര്യങ്ങൾ നിർവഹിക്കാൻ കൂടെ കൂട്ടി. പിന്നുള്ളത് തൻ്റെ സഹോദരന്മാരെ 2 പേര്, കൊച്ചമ്മയുടെ മക്കൾ, ശലോമിയുടെ മക്കൾ, സെബദി പുത്രന്മാർ. ഇവരിവിടും തന്നെ ഉള്ള. നമ്മളൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തിയ സ്ഥലത്തിൻ്റെ പ്രാതിനിധ്യം കൊടുക്കണം. എങ്ങനെയൊക്കെയാന്ന് നോക്കിയാട്ടെ. അവിടുന്ന് എല്ലാവരും വന്നോ, ഇന്നടുത്തുനിന്ന് എല്ലാവരും വന്നോ, ഇങ്ങനെയുള്ളൊരു നോട്ടാ. ആരെയും കുഴപ്പമില്ല, മനുഷ്യരായി നമുക്കത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? അതാണ് കാര്യം. അത്രേ ഉള്ളൂ. ഞാനിങ്ങനെ ഓർത്തു, നമ്മുടെ മന്ത്രിമാരും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർത്തു, എന്തുകൊണ്ടാണ് ചിലത് പാളുന്നതെന്ന് അറിയണ്ടേ. 7 കുടുംബമുള്ള 10 കുടുംബമുള്ളൊരു സഭ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ഇത്രയും മനുഷ്യർ ഇവരൊക്കെ ആയതുകൊണ്ട് ഇത്രയും നന്നായിട്ട് ഇത് പോകുന്നു. നമ്മളാണെങ്കിൽ ഇങ്ങനെയൊന്നും പോവില്ല. അതാ മനസ്സിലാക്കണ്ടേ. ലീഡർഷിപ്പിനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ശരിയല്ലെന്ന് തോന്നും, പക്ഷേ നമ്മളാണെങ്കിൽ അതിലും കുളമാവും. അതാ വസ്തു. നമ്മളത് ചിന്തിച്ച ആ സ്ഥാനത്ത്. അപ്പം അത് വിടാം. പത്രോസും യാക്കോബും അന്ത്രയോസും കൂടി നിൽക്കുക കർത്താവിൻ്റെ കൂടെ. കർത്താവ് ഇവരെ എന്താക്കുമെന്നൊന്നും ഒരു വാഗ്ദാനവും പറയുന്നില്ല. എന്ത് കിട്ടുമെന്നൊന്നും പറയുന്നില്ല. നമുക്കറിയേണ്ട എന്ത് കിട്ടും. ഒരു ചോദ്യമുണ്ട്, അലിഖിതമായൊരു ചോദ്യമുണ്ട്. എന്ത് കിട്ടും? ചിലത് ലിഖിതമാ, ചിലത് കണ്ടീഷനല്ല. ഒന്നും ചോദിക്കാതെ ഇറങ്ങി പുറപ്പെട്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ 12 ശിഷ്യന്മാരും ഒരിക്കൽ പോലും എനിക്കൊന്ന് ലീഡറാകണമെന്ന് പറഞ്ഞിട്ടില്ല. അമ്മ വന്നിട്ടൊരു ദിവസം പറഞ്ഞു, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് ഇരുത്തിയാൽ കൊള്ളാം. കർത്താവ് അന്നേരം ഓടിച്ചു, പറഞ്ഞു വിട്ടു. ശിഷ്യന്മാർ ചോദിച്ചിട്ടില്ല. ശിഷ്യന്മാരെപ്പോഴെങ്കിലും ചോദിച്ചോ, കർത്താവ് എനിക്കൊരു നല്ല വീട് വേണം, ഒരു വാഹനം, ഒരു കുതിരയെങ്കിലും എനിക്ക് വേണം. കാരണം കർത്താവ് വിരിയുമ്പോൾ ഇവർക്കൊരു കുതിര പോലും സ്വന്തമില്ല, ഹെഡ് ഓഫീസും ഒന്നുമില്ല, ലെറ്റർ പാടും ഒന്നുമില്ല. അത്തരം ഒരു ചിതറിയ സംഘത്തെ ആക്കിയിട്ടാണ് പോകും. നമ്മൾ പറയില്ലേ, ആ പാസ് സ്ഥലം മാറേണ്ട സമയം അല്ലത്, കാരണം ഓർഗനൈസ് ചെയ്ത് വന്നപ്പോഴേക്ക് സ്ഥലം മാറി എന്ന് പറഞ്ഞാൽ കർത്താവ് മരിച്ചത് വേണമെങ്കിൽ പറയാം അവരുടെ ഭാഷയിൽ. ഒരനവസരത്തിൽ കൂടിരുന്ന് പഠിച്ച് ഗ്രഹിച്ചു വന്ന പത്രോസ് പഠിപ്പില്ല. ഇതിനർത്ഥം പഠിപ്പില്ലെന്ന് പറഞ്ഞാൽ വായിക്കാൻ അറിയില്ലെന്നൊന്നും അല്ല കേട്ടോ. വായിക്കാനുള്ള അറിവ് പോരല്ലോ, അതിനപ്പുറത്ത് അറിവൊന്നുമില്ല. പക്ഷെങ്കിൽ പത്രോസ് എന്ന മനുഷ്യൻ്റെ ജീവകാലത്ത് ഒരറിവുമില്ലാത്ത ഈ മനുഷ്യൻ യേശുവിനെ പറ്റി പറഞ്ഞ 3 ചിന്തകളാണ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കിടാൻ ശ്രമിക്കുന്നത്. സമയപരിധിയുണ്ട്, സാരമില്ല. വാക്യം ഇനി വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടാം. മത്തായി 16:16 യോഹന്നാന്റെ സുവിശേഷം 6:68. യോഹന്നാൻ 6:68 പറയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് ഗുരു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഇതേതാ സന്ദർഭം എന്നറിയണ്ടേ? കർത്താവ് 5000 പുരുഷന്മാർക്ക് അപ്പം നൽകി. അങ്ങനെയാ, 5 അപ്പവും 2 മീനും അല്ലേ? 5000 പുരുഷന്മാർക്ക്. നമ്മുടെ കർത്താവിൻ്റെ ദാസൻ പാസ തഞ്ചാവൂർ വില്യംസ് അതാ പാടിയത്. ഇല്ല, 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കിട്ടിയ കോടി ജനം കൂടിയാലും അതൊരു വിഷയമല്ലെന്നാ പാടിയേ. മനസ്സിലായായിരുന്നോ അത്? പക്ഷെ അവിടെ ഒരു ഗതികെട്ട കാര്യമുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പം കഴിച്ച പുരുഷന്മാരുടെ എണ്ണം 5000. സ്ത്രീകളുടെ കണക്കെന്നെ എഴുതാഞ്ഞേ പറയാം. എന്നാൽ സണ്ണി അലക്സാണ്ടർ അച്ഛൻ്റെ അമ്മാമ്മ വന്നിട്ടില്ലല്ലോ, ധൈര്യമായിട്ട് അച്ഛൻ ഇതന്നെ എഴുതാഞ്ഞെന്നറിയുന്നുണ്ട്. സ്ത്രീകൾ ചിലപ്പോൾ കണക്കില്ലാതെ കഴിച്ചു കളയും, ഒരു കണക്കും ഇല്ലാതെ കഴിച്ചു കളയുന്നു. അത് കഴിഞ്ഞ് ചോദിക്കും, നിങ്ങളിവിടെ എനിക്ക് എന്താ ഉണ്ടാക്കി തരുന്നതെന്ന് ഒന്ന് പറയാം. ബൈബിളിൽ പോലും ആ കണക്ക് എഴുതിയില്ല. പോട്ടെന്ന് വെച്ചു, സ്ത്രീജനം ബലഹീന പാത്രം, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എഴുതിയില്ല. അപ്പോൾ ഒരു 10,000-10,000 പേരുണ്ടെന്നാണ് കഴിക്കാൻ. അപ്പോഴുണ്ട് പിറ്റേന്ന് ഇരട്ടിയാൾ. അപ്പം നമ്മൾ ചിലപ്പോൾ നോവിക്കുന്നൊരു വാക്ക് പോലെ യേശു പറയുക, നിങ്ങൾ ഞാനെവിടാന്ന് അന്വേഷിക്കാൻ കാരണം അപ്പം ഭക്ഷിച്ചുകൊണ്ടല്ലേ അല്ലേ? അയ്യോ, അങ്ങനെയാണോ കർത്താവ് ഞങ്ങളെക്കുറിച്ച് ധരിച്ചേ? സത്യത്തിൽ ഇന്ന് നമ്മളിവിടെ വന്നത് അപ്പം ഭക്ഷിക്കാനാണോ?
വേണ്ടി ഇതൊക്കെ വിട്ട് നമുക്കൊരു ഇല്ലായ്മയുടെ കാലമുണ്ടല്ലോ. തീരെ മലയാളിയൊക്കെ വല്ലാത്ത ദുരിതത്തിൽ കറഞ്ഞ ഒരു കാലമുണ്ട്. അന്ന് ഒരു യോഗത്തിന് പോകുന്ന അപ്പം ഭക്ഷിക്കാനല്ലല്ലോ. കർത്താവ് തന്തൊരു വർത്താന. പക്ഷെ പേടിയ കർത്താവിനോടൊന്ന് ചോദിക്കണമെന്നുണ്ട് പലർക്കും. അപ്പോൾ കർത്താവ് കള്ളം പറഞ്ഞാണോ? അല്ലല്ലല്ല, പറയാം എന്താണ്. 5 അപ്പം വാഴ്ത്തി നുറുക്കി അങ്ങോട്ട് കൊടുക്കുകയും അത് കഴിച്ചവന് തിന്ന് തൃപ്തി വന്നു. ഞാൻ പറയാറുണ്ട്, ഈ യവം സാധാരണഗതിയിൽ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമല്ല, കുതിരയ്ക്ക് കൊടുക്കുന്ന. മനുഷ്യൻ ഗോതമ്പാണ് കഴിക്കുന്നത്, യവവും കഴിക്കും. ഭക്ഷ്യക്ഷാമം നേരിടുന്ന വേളയിൽ യവത്തപ്പം കഴിക്കും. അതിനൊരൽപ്പം കയ്പുണ്ട്. കാരണം യവം ഇടിച്ച് മാവാക്കി ക്രീമാക്കി വെള്ളമൊഴിച്ച് 7 ആവർത്തി ഊറ്റി കിട്ടുന്ന ആ ക്രീം വേണം അപ്പം ഉണ്ടാക്കാൻ. എന്നാലും ആ കയ്പ് നിൽക്കും. അപ്പം ജസ്റ്റ് ഇതൊരു സ്നാക്സാക്കി ഒന്ന് കഴിച്ച് വെള്ളം കുടിച്ചാൽ പരവശമടങ്ങും. നമ്മുടെ ആ വിശപ്പ് അടങ്ങാനുള്ളതാണ്. വിശപ്പടങ്ങാനുള്ളതും സ്വാദിനുള്ളതും 2 തരം ഭക്ഷണം അല്ലേ? അങ്ങനെയല്ലേ? ആ, നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന ദിവാസൻ ആൺമക്കളുണ്ടോ? ഉണ്ട്. പാസ്റ്റർ നമ്മളെല്ലാം കല്യാണത്തിന് വിളിച്ചു. കൊച്ചു പയ്യനായിരിക്കും, മോന് ക്ഷമിക്കണം, സങ്കല്പമാണ്. നമുക്കെല്ലാം ഉച്ചയ്ക്ക് നല്ല 1-ാം തരം കുത്തരി കഞ്ഞി, അച്ചാറ്, പപ്പടം, ഇങ്ങനെയുള്ളൊരു ഭക്ഷണം തന്നാൽ കഴിക്കാൻ നിൽക്കുമോന്ന്? കഴിക്കില്ല. കഴിക്കില്ല. അതിൻ്റെ കാരണം ഇത് സ്വാദിന് പറ്റില്ല. ഇതെന്തിനുള്ള? വിശപ്പടങ്ങാൻ. അപ്പം കല്യാണത്തിന് ഭക്ഷണം കഴിച്ച സ്വാദ്, മരണസ്ഥലത്തോ സ്വാദിന. അവിടെ എന്തിനാണ് കഴിക്കുന്നത്? ആ വടയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാ. ആ ഈ വട കഴിച്ചിട്ട് നമ്മൾ പറയോ എന്തോ ഒരു വടയായിരുന്നു. അന്നേരം അവിടുത്തെ അച്ഛൻ പറയണോ, ആ ഇത്തവണ ഇങ്ങനെ പോട്ടെ, നീ ചാൻസ് വരികയല്ലേ, മനുഷ്യനല്ലേ? പറയില്ലല്ലോ. അതിൻ്റെ കാരണം എന്താ? ഇത് സ്നാക്സ്. ചുരുക്കി പറഞ്ഞ യവത്തപ്പം അങ്ങനെ കഴിക്കാൻ പറ്റുന്ന സാധനമല്ല. എന്നിട്ടും അവിടെ ഒരു ബാലൻ്റെയിൽ 5 എണ്ണം അമ്പട. അവനെന്തോ തീറ്റിയായിരുന്നു. എൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, പുള്ളി തന്നെ കഴിക്കാൻ കൊണ്ടുവന്നല്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൊണ്ടുവന്ന. അതിങ്ങ് വാങ്ങി പ്രാർത്ഥിച്ചു. അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞപ്പോൾ സംതൃപ്തിക്കപ്പുറത്ത് ചില അനുഭവങ്ങൾ അവർക്ക്. അത് കഴിച്ചവൻ സാക്ഷ്യം പറയുക, ഞാനതങ്ങോട്ട് കഴിച്ചപ്പോഴേ എൻ്റെ കണ്ണുകൾക്ക് പണ്ടുണ്ടായിരുന്ന കാഴ്ചക്കുറവങ്ങ് മാറി. നടുവിന് വേദന ഉള്ള പറയുക, ഗുരുവിൻ്റെ കയ്യിലൂടെ അപ്പം കയറി ഇറങ്ങിയപ്പോഴേ അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ നാളുകളായി എന്നെ ക്ഷീണിപ്പിച്ച ആ ക്ഷീണമൊക്കെ മാറിയിട്ടൊരു ഉന്മേഷം ഗുരുവിങ്ങോട്ട് തന്നു കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് കഴിച്ചപ്പോഴേ നട്ടലിന് നല്ല ബലം, ആ നല്ല കാര്യക്ഷമത, നല്ല ഉന്മേഷം, അനുഭവങ്ങൾ അങ്ങോട്ട് പങ്കിട്ട് വന്നപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഗുരു തന്നപ്പോഴാ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നത്. സ്തോത്രം. ഗുരു തന്നപ്പോഴാ നമ്മൾ നന്മ അനുഭവിച്ചു തുടങ്ങിയത്. ഗുരു തന്നപ്പോഴാ നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമൃദ്ധിയും ഉണ്ടായത്. ഇതറിഞ്ഞവൻ പിറ്റേന്ന് വന്നു. അങ്ങനെ ആൾ കൂടിയേ. കർത്താവ് കാണിച്ച കണ്ണോ, അന്നുകൊണ്ട് ആ പ്രോഗ്രാം നിർത്തി. നമ്മുടെ ഇൻറ്റൻഷൻ ശരിയല്ലെന്ന് അറിഞ്ഞപ്പോൾ ഈ അപ്പത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിർത്തിയത് കണ്ടോ. നമ്മൾ കാരണം എത്ര ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിന്നുപോയി എന്നറിയണ്ടേ. കാരണം സാക്ഷാൽ ജീവന്റെ അപ്പം നുറുക്കപ്പെടുന്ന ഇടത്ത് ആ വചനം കൈക്കൊള്ളാൻ ആളില്ലാതെ വരികയാണെങ്കിൽ ഭൗതികമപ്പമാണ് പ്രധാനമെന്ന് അവൻ ചിന്തിച്ചു പോയാൽ സുവിശേഷം തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്.
അതാ നമ്മുടെ ചില സഹോദരന്മാർ സുവിശേഷത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെയാ അവർ പറഞ്ഞതെല്ലാം യേശു ഈ ഒരു അപ്പം തരുമെന്നും ഇത്തരമൊരു ജീവിതം തരുമെന്നും ഭൗതിക ഒരു ജീവിതം തരുമെന്നും പറഞ്ഞവര് ആ സുഖസമൃദ്ധിയുടെ സന്തോഷത്തിന്റെ വിടുതലിന്റെ വഴിയിലൂടെ മാത്രം ജനത്തെ കൊണ്ടുപോയപ്പോൾ സുവിശേഷത്തിന് ത്യാഗമുണ്ടെന്നും അത് തന്നെത്താൻ തിരിച്ച് ക്രൂശെടുക്കുന്ന അനുഭവമാണെന്നും ആ ക്രൂശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണമെന്നും പഠിപ്പിച്ച ആ ശരിവചനത്തിന്റെ വഴിത്താരയിലൂടെ പോകാൻ ഇവന് തടസ്സം വരുന്നുവെന്ന് കണ്ടപ്പോൾ കർത്താവേ ആ പ്രോജക്റ്റ് അങ്ങ് റദ്ദ് ചെയ്ത് അത് മാറ്റി. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, ഞാൻ തരുന്ന അപ്പം ഭക്ഷിക്കാതെയും ആ രക്തം കുടിക്കാതെയും ഇരുന്നാൽ അത് കഴിക്കാത്തവന് ജീവനില്ല. ഞാനാണ് സാക്ഷാലപ്പം, എന്നെ ഭക്ഷിക്കാത്തവന് എൻ മൂലം ജീവിക്കാനാവില്ല. അതെന്റെ ശരീരവും എന്റെ രക്തവുമാകുന്നു. അതിൽ ഉറപ്പിക്കപ്പെട്ടതാ വാസ്തവത്തിൽ പ്രതീകാത്മകമായി നമ്മൾ ആചരിച്ചു പോരുന്ന തിരുമേശയുടെ ആചരണം. കർത്താവിന്റെ തിരുശരീരത്തെ അത് അനുസ്മരിപ്പിക്കാൻ കാരണം എന്താ? അത് പരമയാഗത്തിന്റെ അനുഭവമാ. കാരണം അവണ്ണം തന്നെ അവൻ അപ്പമെടുത്തു വാഴ്ത്തി. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, അപ്പം വാഴ്ത്തുന്ന ഇടത്ത് യാതൊരു ആശങ്കയുമില്ല, ചേർന്ന് വാഴ്ത്താം. പക്ഷെ അത് നുറുക്കപ്പെടുന്നിടത്ത് വിലാപമുണ്ട്, കരച്ചിലുണ്ട്, രക്തച്ചൊരിച്ചിലുണ്ട്. വാഴ്ത്തുന്ന അനുഭവങ്ങൾക്കപ്പുറത്ത് നുറുക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ജീവിതത്തിൽ കടന്നു പോകാൻ തുടങ്ങുന്ന കർത്താവ് പറയുക, ഞാനൊരു പാനപാത്രം കുടിക്കും. ആ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഈ ചോദ്യവും സുവിശേഷത്തിൽ അന്തർലീനമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇത്തരം ഒരു ചിന്ത മുമ്പോട്ട് വെച്ചപ്പോൾ കേട്ടവർ അസഹിഷ്ണുതപ്പെട്ടിട്ട് പിരിഞ്ഞുപോയി. അവർ പെറുപിറുക്കുക, ഇതെന്തൊരു പ്രസംഗ, ഞങ്ങൾക്ക് ഇവൻ്റെ ശരീരം ഭക്ഷിക്കാമെന്നോ ഇവൻ്റെ രക്തം കുടിക്കാമെന്നോ? ആ തെറ്റിദ്ധാരണ അവരുടെ മാത്രം കുഴപ്പമായിരുന്നില്ല. ഈ തെറ്റിദ്ധാരണ റോമൻ ഭരണകൂടത്തിന് പിൽക്കാലത്ത് ഉണ്ടാക്കിക്കൊടുത്തു ജൂതന്മാർ. അതുകൊണ്ട് ആദ്യകാല ക്രൈസ്തവർ ആരാധനയ്ക്ക് ഒത്തുകൂടുന്ന വലിയ ഗുഹകൾ ഉണ്ടായിരുന്നു. അത് ശവകുടീരങ്ങൾ കൂടിയായിരുന്നു. പരസ്യമായി ഈ സുവിശേഷ ഘോഷണത്തിനും ആത്മീക ജീവിതത്തിനും റോമൻ ഭരണകൂടം വിലക്കേർപ്പെടുത്തിയപ്പോൾ അവിടെയുള്ള ദൈവമക്കൾ ഒത്തുകൂടി രഹസ്യമായി ആരാധിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ ദാസൻ അപ്പവീഞ്ഞുകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അദ്ദേഹം വിളിച്ചു പറയും, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീ. ഇത് പറയുന്ന കേട്ടിട്ട് റോമൻ പട്ടാളം സ്പൈ വർക്ക് നടത്തി, മൊഴി കൊടുത്തു, ക്രിസ്ത്യൻസ് പ്രാക്ടീസിങ് കാനിബോലിസം. ക്രൈസ്തവർ നരഭോജികളാണ്. എത്ര മനുഷ്യരെ കൊന്നുകളഞ്ഞെന്നറിയോ? കാരണം കോടതിയിൽ വിശദീകരണത്തിന് അവസരമില്ല. നീ ഇങ്ങനെ പറഞ്ഞുവോ, യെസ് ഓർ നോ പറഞ്ഞു. നിങ്ങൾക്കിങ്ങനെ ആചാരമുണ്ടോ? ഉണ്ട്. നിങ്ങൾ നരഭോജികളാണെന്ന കുറ്റം ചുമത്തി എത്ര മനുഷ്യരെ കിരാതമായി റോമൻ ഭരണകൂടം കൊന്നുകളഞ്ഞു. ഇനി ഈ പ്രസംഗം കേട്ടിട്ട് ഈ ജനാവലി പതുക്കെ പിരിഞ്ഞുപോയി. തിരിച്ചു പോകുമ്പോൾ പത്രോസിന് തോന്നി, അന്ത്രയോസിന് തോന്നി, യാക്കോവിന് തോന്നി, ഒരല്പം സൈക്കോളജിക്കലായിട്ട് ഇവരെ പിടിച്ച് നിർത്തേണ്ടതായിരുന്നു. അങ്ങനെ അവരെ വിടാൻ പാടില്ലായിരുന്നു. ഈ ഇംഗിതം മനസ്സിലാക്കി കർത്താവ് ഒരു ചോദ്യം, നിങ്ങൾക്കും പോകാൻ മനസ്സില്ലായിരുന്നു, എന്തേ തിരിഞ്ഞു നിന്നേ? നിങ്ങൾ എന്തിനാ നിന്നേ? ഞാനിനി ഇപ്പോൾ അപ്പം ഒന്നും കൊടുക്കാൻ പോകുന്നില്ലെന്ന് അറിഞ്ഞിട്ടും, ഇനി കഴിക്കുന്ന അപ്പം സീരിയസ് ആയ ഒരു അനുഭവമാണെന്ന് അറിഞ്ഞിട്ടും, ത്യാഗനിർഭരമാണെന്ന് അറിഞ്ഞിട്ടും പോകാതെ നിന്നത് എന്തിനാ? ആ പോകാതെ നിന്ന കരുത്തിൻ്റെ പേരാ ക്രിസ്തീയത. ഹല്ലേലൂയ. അപ്പം ഭക്ഷിച്ചെടുത്ത് കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ ആൾത്തിരക്കല്ല ക്രിസ്തീയ വിശ്വാസത്തിന്റെ ശക്തി. ക്രൂശിന്റെ ചുവട് വിട്ടുപോകാതെ അതിന്റെ ചുവട് നിൽക്കുന്ന ഏതാനും പേരുടെ ആത്മീയ ബലമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ശക്തി. ചുരുക്കത്തിൽ ഇത് സംഘബലമല്ല, ആത്മശക്തിയുടെ പ്രദർശനമാണ്. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ പണിയപ്പെടുന്ന അനുഭവമാണ് സുവിശേഷത്തിന്റെ സ്ഥാപനം. നിങ്ങൾ എന്തേ പോകാഞ്ഞോ? ഈ ചോദ്യത്തിനൊട്ടും ആലോചിക്കാതെ ബേസൈദ കടൽക്കരയിലെ ഈ മത്സ്യബന്ധന തൊഴിലാളി മുമ്പോട്ട് വന്നിട്ടൊരു വാക്ക് പറയുക, നിത്യജീവന്റെ മൊഴികൾ
പക്കലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ജീവിതത്തിൻ്റെ 100 പരിശോധനകളിൽ ഒറ്റപ്പെട്ടു പോകാനും തകർക്കപ്പെട്ടു പോകാനും അവഗണിക്കപ്പെടാനും അവസരം വന്നിട്ടും ഈ ഒറ്റ കാരണത്താൽ പിടിച്ചു നിന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ തുതിക്കുന്നു. രോഗങ്ങളുടെ, വേദനകളുടെ, ഞെരുക്കങ്ങളുടെ, ഒറ്റപ്പെടലുകളുടെ, അവഗണനകളുടെ മുനമ്പത്ത് ശത്രു നമ്മെ ഒറ്റപ്പെടുത്തി തകർക്കാൻ ഒരുമ്പെട്ടപ്പോഴൊക്കെ കാരണം തിരയുന്ന ജനകോടികളോട് നമുക്ക് പറയാം, നിത്യജീവന്റെ മൊഴികൾ അവന്റെ പക്കലാ ഉള്ളത്. ആ ദൈവസാന്നിധ്യം വിട്ട് ഞങ്ങൾക്ക് എവിടെയും പോകാൻ വയ്യ. ചുരുക്കത്തിൽ സുവിശേഷത്തിനൊരു സന്ദേശമുണ്ട്, ദൈവദാസൻ ഉറപ്പിച്ച പോലെ. അത് നിത്യജീവന്റെ മൊഴിയാ. ഹല്ലേലൂയ. എന്തിനാ ഈ നിത്യജീവൻ എന്നറിയണ്ടേ? ഇഹലോകം കൊണ്ട് തീരുന്നത് ആ ജീവിതമെങ്കിലേ ഈ ജീവിതം നിരർത്ഥകമാണ്, അർത്ഥരഹിതമാണ്. ജീവിതം പർപ്പസ്ഫുൾ അല്ല, ഉദ്ദേശസഹിതമല്ല. ജീവിതം ഉദ്ദേശഭരിതമാകണമെങ്കിൽ നിത്യജീവനെ കുറിച്ചുള്ള അറിവും ബോധ്യവും ഉണ്ടാകണം. ഇറ്റേണൽ ലൈഫ്, നിത്യമായ ജീവിതം, നിലനിൽക്കുന്ന ജീവിതം. ആ നിത്യജീവനെ കുറിച്ചുള്ള വചനം എങ്ങനെയാണ് ഒരു സാധാരണ മത്സ്യബന്ധന തൊഴിലാളി എന്ന നിരക്ഷര കുട്ടിക്ക് മനസ്സിലായി എന്നറിയണ്ടേ? അതാണ് ദൈവകൃപ, ക്രിസ്തു സാന്നിധ്യം. നമുക്കും എൻ്റെയും നിങ്ങളുടെയും ബുദ്ധിമണ്ഡലങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ആഴമേറിയ സത്യം അതാണ്. ദേവദാസൻ ആരംഭത്തിൽ വായിച്ചത്. ഇത് പൂർവന്മാർക്ക് മറഞ്ഞിരുന്ന മർമ്മം. ആ മർമ്മം എന്താ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ നിങ്ങളെ കണ്ടു കൈകൂപ്പുന്നു, നിങ്ങൾ എന്നെ കണ്ട് കൈകൂപ്പുന്നു. ലോകമനുഷ്യർ ഇതൊക്കെ ചെയ്യും. ഞാൻ നിങ്ങളെ കണ്ട് കൈകൂപ്പുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. മന്ത്രി വന്നാൽ ഞാൻ കൈകൂപ്പും, അദ്ദേഹം നമ്മളെ നോക്കി കൈകൂപ്പും. പക്ഷെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം തമ്മിൽ കൈകൂപ്പുന്നത് മറ്റൊരർത്ഥത്തിലാണ്. അതെന്താണെന്നറിയട്ടെ? അതിൽ കൊടുത്തോട്ടൊന്നൊരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നല്ല. ഞാൻ നിങ്ങളെ കാണുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിലെ ക്രിസ്തു ചൈതന്യം കാണുമ്പോൾ തലകുനിക്കാനുള്ള എൻ്റെ വ്യഗ്രതയുടെ പേരാ ആത്മസമർപ്പണം. ആ ആത്മസമർപ്പണം കൊണ്ട് അവരെ കാണുമ്പോൾ വിനീത വിധേയരായി നമ്മൾ കൈകൂപ്പുന്നേ. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പൗലോസ് പറയാൻ കാരണം എന്താ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു. അത് പൂർവന്മാർക്ക് മറഞ്ഞിരുന്ന മർമ്മം. സ്തോത്രം. ഇനി ഇതേ പത്രോസ് മറ്റൊരു ഘട്ടത്തിലും സമയോചിതമായി പ്രവർത്തിച്ചതാണ് അടുത്ത വചനം. അത് ഞാൻ പറഞ്ഞുവിടാം. കർത്താവ് ശിഷ്യന്മാരായിട്ട് വരിക. ഇവർക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഒരല്പം പ്രതിസന്ധി നിറഞ്ഞൊരു സ്ഥലമുണ്ട്. അതേതാണെന്ന് അറിയണ്ടേ? മാറ്റ്, നിങ്ങളെങ്ങനെ നിൽക്കാതെ മാറ്റ്. ഈ അഭ്യാസവും കോതിരി കണ്ട അങ്ങോട്ട് മാറിയട്ടെ, പിന്നെ സംസാരിക്കാം. ഇതേ അങ്ങോട്ട് മാറിയട്ടെ, അത് ചെയ്താട്ടെ. പ്രൈസലോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ, പേടിക്കണ്ട. എന്നെ സംബന്ധിച്ചതൊക്കെ ഒരു ചെറിയ കാര്യമാണ്. തൃശ്ശൂർ പൂരം കണ്ടവനെ ഓലപ്പടക്കം കാണിച്ചൊക്കെ പേടിപ്പിക്കാതെ അത് വിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ മക്കൾ. നമ്മുടെ മൂടൊന്നും കളയണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. സ്തോത്രം. ഇതിനൊക്കെയായി സുവിശേഷം. ഹല്ലേലൂയ. എത്ര നല്ല ആരോഗ്യദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനാണ്. നിങ്ങൾ നോക്ക്, എന്ത് സന്തോഷം കിട്ടണ്ട, വല്ല ചൈതന്യം ഉണ്ടോ മുഖത്ത്? എൻ്റെ കാരണം എന്താ? ഈ മദ്യവും മയക്കുമൊക്കെ അടിച്ച് ഉള്ള ചൈതന്യം കളഞ്ഞ് ഒരു ലക്ഷ്യമില്ല. അതുകൊണ്ട് ഇത്തരം യോഗങ്ങളിലേക്ക് തന്നെ വരുന്നത്. ദൈവം അയച്ചാ ബ്രദറിനെ പോണ്ട, വചനം കേട്ടോടെ നിൽക്ക്. ഉത്തരവൊക്കെ പറഞ്ഞു തരാം, കുഴപ്പമൊന്നുമില്ല. പിണങ്ങാനൊന്നും പറഞ്ഞില്ല. ഈ ദേശം പിടിവിക്കപ്പെടണം, പ്രാർത്ഥിക്കണം. ഈ അന്തരീക്ഷ മണ്ഡലത്തെ മുഴുവൻ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചട്ടെ. ഹല്ലേലൂയ. ഇത്തരം ആളുകളെ കർത്താവ് തുടരണം. അതാ ചിലരുടെ ബുദ്ധിമുട്ടെന്താ. അപ്പോൾ അങ്ങനെ കടന്നു ചെല്ലാൻ കഴിയാത്തൊരു ഏറിയ ഉണ്ടായിരുന്നു. ആ ഏറിയ ഏതാണെന്നറിയണ്ടേ? കൈസറുടെ മാത്രമായി വേർതിരിക്കപ്പെട്ട സ്ഥലം. നമുക്ക് ഈ യൂണിയൻ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന സ്ഥലമുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്.
നമുക്ക് പ്രവേശനമില്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്, ഡിഫൻസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. ഈ എറണാകുളത്തൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. NIDയിലൊന്നും അകത്തോട്ട് പ്രവേശനമില്ല, നമുക്കറിയാം. കാരണം അതെന്താണ്? അതീവ ജാഗ്രതാ മേഖലയാണ്. ഇതുപോലൊരു അതീവ ജാഗ്രതാ മേഖല പണ്ട് പാലസ്തീനിലുണ്ടായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് കൈസറിയ. ആ അതീവ ജാഗ്രതാ മേഖലയുടെ പ്രത്യേകത എന്താണെന്നറിയണ്ടേ? അത് കൈസർക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു സ്ഥലമാണ്. അവിടെ ചെല്ലാം, തടസ്സമില്ല. പക്ഷെ ഒരു കുഴപ്പം, അതിർത്തി വിട്ടങ്ങോട്ട് കയറുമ്പോൾ നിങ്ങൾ ആ ടെറിട്ടറിയിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയണം. ഒരു നാട്ടു നടപ്പ, നമ്മുടെ കർത്താവൻ രക്ഷിതാവുമായ റോമാ കൈസറുടെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. എന്നിട്ട് നിലത്തെ മണ്ണ് വാരി ചുംബിച്ച് റോമാ കൈസറെ സ്തുതിക്കണം. അത് നാട്ടു നടപ്പ, റോമിലെ നിയമമാണ്. അങ്ങോട്ട് കിടക്കുന്നവൻ ഇതിന് മനസ്സില്ലെങ്കിൽ അങ്ങോട്ട് കിടക്കാൻ പാടില്ല. കാരണം അവിടെ സൈനികർ നിൽക്കുക. അത് അതീവ പ്രാധാന്യമുള്ള സ്ഥലമാണ്. കൈസരി എന്ന പട്ടണത്തിന്റെ പേര് ഫിലിപ്പിന്റെ കൈസരിയ. ആ ഫിലിപ്പിന്റെ കൈസരിലൂടെ യേശുവും ശിഷ്യന്മാരും ഇങ്ങോട്ട് വരിക. എന്നാൽ പിന്നെ ഒരു നാട്ടുനടപ്പല്ലേ, നമുക്ക് വലിയ ഭക്തിയൊന്നും ഇല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞേക്കാം. പറഞ്ഞോ? ശിഷ്യന്മാർക്കൊരു പേടി, കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടൊരു നാട്ടുനടപ്പ. കാരണം കർത്താവ് നികുതി കൊടുക്കും, പത്രോസിൻ്റെയും കൂടെ നികുതി കൊടുക്കും, രാജ്യനിയമങ്ങളൊക്കെ പാലിക്കും. ഇത് പാലിക്കുമോ എന്നറിയണം. അങ്ങോട്ട് കടക്കയും സൈനികരും കാവൽക്കാരും ഒക്കെ നിൽക്കവേ കർത്താവ് അന്തസ്സായിട്ട് കൈവീശം കൊണ്ട് ചെല്ലുക. അതിര് കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, കർത്താവിൻ്റെ രക്ഷിതാവുമായ റോമാ കൈസറുടെ നാമത്തിൽ. കർത്താവ് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ നിഴലിച്ചാരി പത്രോസും വീര്യം കാണിച്ചു. അങ്ങനെ ഒരു ധൈര്യമുള്ള ഒരാൾ കൂടെ പോയാൽ നമുക്കൊരു ധൈര്യം വരും. അല്ല, ജന്മനാ ധൈര്യം ഉണ്ടായിട്ടല്ല, മുമ്പിൽ പോയത് കർത്താവായതുകൊണ്ടാണ് നമുക്കൊരു ധൈര്യം. ആ നിഴലിൻ്റെ മറവിലാണ് നമ്മളിങ്ങനെ കയറി വന്നിരിക്കുന്നത്. സന്തോഷമുണ്ടോ? ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും കൂടാരത്തിനെടുക്കയില്ല. ഒരർത്ഥവും ഭവിക്കാതെ, ഒരു ബാധയും കൂടാരത്തിനെടുക്കാതെ സംരക്ഷിക്കുന്ന കർത്താവ് അങ്ങോട്ട് പോയപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ബലം. പക്ഷേ അവിടെ കൊണ്ട് പരീക്ഷണം തീർന്നില്ല. കർത്താവ് അവിടെ ചെന്നപ്പോൾ ഒരു ചോദ്യം, നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഏലിയാവ്, മോശ, അതൊക്കെ നിർത്ത്. നിങ്ങൾ എന്ത് പറയുന്നു? അതിപ്പോൾ IPC എറണാകുളം ലോക ചർച്ച ഇരുന്നാണ് ഞാൻ പറയാറുന്നു. ടൗണിൽ പറയാൻ ഇച്ചിരി പരിമിതികളുണ്ട്. തന്നെയല്ല, ഈ സ്ഥലം കൊള്ളത്തില്ല. എന്താണ് ഇത്? കൈസരിയാ. ഈ ലാൻഡ് ഡെഡിക്കേറ്റഡാ. ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇഷ്ടം പോലെ പറയാൻ കർത്താവേ, നമുക്ക് വല്ല അത്തിയുടെ ചൂട്ടിലോ ആരും അങ്ങോട്ട് ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കാം, വാ. ഇതാ ഒരു നാട്ടു നടപ്പേ. പത്രോസ് ആ സ്ഥലത്ത് നിന്നിട്ടൊരു തകർപ്പ്, ഒരു ഗർജനം. ആരെ മുമ്പിലാണെന്നറിയണ്ടേ? രാജ്യം ഭരിക്കുന്ന റോമാ കൈസറുടെ ചാരപ്പടകൾ തലങ്ങും വിലങ്ങും നടക്കുന്ന കൈസരിയുടെ മണ്ണില് നിവരെ നിന്നിട്ട് വിളിച്ചു പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇരുട്ടിന്റെ കോട്ടയ്ക്കുള്ളിൽ കടന്ന് നസ്രായനെ ഉയർത്തുവാൻ പത്രോസ് കാണിച്ച ആ വ്യഗ്രതയിലെ ആ വ്യഗ്രതയ്ക്കാണ് നമ്മൾ 1000 ആണ്ട് ഇപ്പുറത്തുനിന്ന് അഭിവാദ്യമർപ്പിക്കുമ്പോൾ നമുക്കും പറയാം, ഈ മനുഷ്യരിൽ തമ്പുരാൻ കൊടുത്ത ആ ചൈതന്യത്തിന്റെ, ആ ധൈര്യത്തിന്റെ ഒരളവ് ഇന്ന് രാത്രി അടിയനും തരണം. ഏത് ഇരുട്ടിന്റെ കോട്ടകളെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ള സുവിശേഷത്തിന്റെ ആജ്ഞാശക്തി ഈ രാത്രി ദേശത്തെ വിടുവിക്കുന്നു, ഈ മേഖലയെ വിടുവിക്കുന്നു, ഇവിടെയുള്ള വ്യക്തി ജീവിതങ്ങളെ വിടുവിക്കുന്നു, കുടുംബങ്ങളെ രക്ഷിക്കുന്നു. മഹത്തരമായ ആ സുവിശേഷത്തിന്റെ വ്യാപനം നമ്മുടെ ചിന്താഗതികളെ മുഴുവൻ മാറ്റിമറിക്കട്ടെ, ഇരുട്ടിനെ മുഴുവൻ ദൂരീകരിക്കട്ടെ. യേശു ഒന്നുകൂടി പറഞ്ഞ് അവിടെ നിന്നു. തോട്ടപ്പുറത്ത് മാറി ഒരു ചെറിയ മന്ദിരമുണ്ട്, ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ പ്രത്യേകത, ഇത് ഒരു ഗോപുരമാണ്. ഈ ഗോപുരത്തിൻ്റെ അരികിൽ ആളുകൾ വന്ന് ഈ പണം കാണിക്ക അർപ്പിച്ചിട്ട് മേൽവസ്ത്രം മാറ്റിയിട്ട് നഗ്നരായി, അർത്ഥനഗ്നരായിട്ട് ഇങ്ങനെ ഉരുളും. എന്നിട്ട് ഒരു പിടി നാണയത്തൊട്ടുകൾ വാരിയിടും. എന്തിനെന്നാൽ അവിടെ ഒരു വിശ്വാസം, ഈ ദേവാലയത്തിൻ്റെ ഗോപുരം മുകളിലേക്ക് വളരും. വളർന്ന് 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 അങ്ങ് സ്വർഗത്തോളം ചെല്ലും. മുകളിലേക്ക് പോകുന്ന അതേപോലെ അത് താഴേക്കും ഒരു ടണൽ പോലെ ഇറങ്ങും. എന്തിനാണെന്നറിയണ്ടേ? പാതാളത്തിൽ അകപ്പെട്ടു പോയ നമ്മുടെ പൂർവികരുടെ ആത്മാക്കൾ ഈ കുടൽ വഴി മോളിൽ ചെല്ലുന്നു. അങ്ങനെ കരുതുന്ന പലരും ഉണ്ട്, നമുക്കറിയാം.
അപ്പോൾ ആളുകൾ ഇങ്ങനെ ഉരുളും. ഇവിടെ ഇരിക്കുന്ന ആ കക്ഷിയുടെ പേര് പാൻ എന്നാകുന്നു. ഒരു ഗ്രീക്ക് ഗോഡസസാണ് പാൻ ദേവൻ. പാൻ കാർഡെന്നൊക്കെ ഓർത്താൽ മതി. അപ്പോൾ പാൻ ദേവൻ്റെ ഒരു ടെമ്പിൾ അവിടെ ഉണ്ട്. ഇതിന് ചുറ്റും ഭക്തന്മാർ വന്നിട്ട് ഇങ്ങനെ ഉരുണ്ടിട്ട് ഒരു പിടിപ്പാണ് അവിടെ. അപ്പോൾ ആ പ്രീസ്റ്റ് പറയും, എൻ്റെ മാതാപിതാക്കളിനകത്തുണ്ട്, അവർ മുകളിലേക്ക് പോകാൻ റെഡിയായിട്ടിരിക്കുക ആത്മാക്കൾ. നീ കണ്ടുവോ, നീ ഒന്ന് ഉരുണ്ടു വന്ന് പണമർപ്പിച്ചപ്പോൾ ദേവാലയ ഗോപുരം വളർന്നു. നോക്കിക്കേ. അവൻ നോക്കിയിട്ട് പറയും, ഇല്ലല്ലോ, അങ്ങനെ ഒരു സംഭവമില്ല. ആ, ഒന്നുകൂടി ഉരുണ്ടു, പണമിട്, ഇട്ടു. നോക്കിക്കേ, ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഒന്നുകൂടി ഉരുണ്ടു, പണമിട്, ഇട്ടു. ഒരു 2-3 റൗണ്ട് ആകുമ്പോൾ അവൻ തന്നെ പറയും, ആ, വളരുന്നുണ്ട്, പറഞ്ഞു പോവും. മറ്റേ പുള്ളി പറയും, ഉദ്ദേശിച്ചത്രയും വളർന്നില്ല, ഒന്നുകൂടി ഇല്ലില്ല, വളർന്നു, നന്നായിട്ട് വളർന്നു. ഈ സ്ഥാപനത്തിൻ്റെ പേരാ പാതാള ഗോപുരം. അപ്പുറത്ത് വെണ്ണക്കല്ല് തീർത്ത കൈസറുടെ ശില്പം, അതിൻ്റെ ചുറ്റും പടവാളേന്തി നിൽക്കുന്ന പടയാളികൾ റോമാ കൈസർക്ക് യാഗം കഴിച്ചു സ്തുതിക്കുമ്പോൾ അപ്പുറത്ത് പാൻദേവന്റെ ഈ പറയപ്പെട്ട പാനിയാക്ക് എന്ന ടെമ്പിളിന് ചുറ്റും ഉരുളുക ജനം. ഇതിന്റെ തീർത്ഥാടക സംഘത്തിന്റെ നടുവിൽ യേശുവും 12 ശിഷ്യന്മാരും ചങ്ക് വിരിച്ച് നിവരെ നിന്നിട്ട് അവിടെ നിന്നൊരു ചോദ്യമാ, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ഉത്തരത്തിന്റെ ആ സമാഹാരം ഇങ്ങോട്ട് വന്നപ്പോ പറയാം, മതി, നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവിടെയാണ് രസകരമായ കാര്യം. പറഞ്ഞു തിരിയും കർത്താവ് ഒരു വിളി, ബെർ യുഹാനാ ശിമയോൻ, നീ കൃപയുള്ളവൻ. അങ്ങനെയാ ശരിക്കും പറയണ്ടേ, പരിഭാഷ എങ്ങനെയാ? ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്. ആമേൻ. അപ്പോഴേ ഒന്നുകൂടെ യേശു പറഞ്ഞു, നിനക്കിപ്പോൾ കിട്ടിയതൊരു വെളിപ്പാടല്ലേ, ആ വെളിപ്പാടിൽ ഞാനൊരു സഭയെ പണിയും. സഭ പണിയപ്പെട്ടിരിക്കുന്നത് പത്രോസിന് കിട്ടിയ വെളിപ്പാടിലാണെന്ന്. ആ റെവലേഷൻ ക്രിസ്തു. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞ, നിങ്ങളും ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. അങ്ങനെ പടുത്തുയർത്താൻ പോകുന്ന ആ ദൈവസഭയെ നോക്കിയിട്ട് പറയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അറം പറ്റുന്ന പോലായിപ്പോയി. ഇപ്പോൾ ചെന്നാലും കൈസരിയിൽ ചിതറിക്കിടക്കുന്ന പാനിയാക്ക് ടെമ്പിളിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കല്ലുകൾ. ആ കല്ലുകളൊരു കഥ പറയും. ഞങ്ങളൊരിക്കൽ കേട്ടതാ നസ്രായനായവൻ്റെ ശബ്ദം, അന്ന് തകർന്നു വീണതാ. പുനരുദ്ധരിക്കാൻ കെൽപ്പുള്ള ഒരുത്തനുമില്ലെങ്കിൽ ജീവനുള്ള കല്ലുകൊണ്ട് അന്ന് കെട്ടിവെച്ച ദൈവത്തിന്റെ ആലയമാകുന്ന തിരുസഭ 2000 ആണ്ടുകൊണ്ട് ഇതാ വളർന്ന് പടർന്ന് പന്തലിച്ചിവിടെ നിൽക്കുക. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒടുക്കം ഇന്ന് ഇന്ത്യയിൽ 1500-ലധികം ദൈവവൃത്തന്മാർ ജയിലില്ല. മിക്കവരും മലയാളികളാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളതുകൊണ്ട് നിരാശരാൻ തോന്നുന്നുണ്ടോ? നിരാശരാണോ? അല്ല. ഒന്നുറപ്പിച്ചോ, നല്ലൊരു ഉണർവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ജയിലുകളിൽ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഉണർവ് രൂപപ്പെട്ടു വന്നത് ദൈവം നമുക്ക് മുന്നമേ അവരെ അടച്ചിരിക്കുക. ചിലതരം പ്രവാസങ്ങൾ അങ്ങനെയാ, ചിലതരം അവസ്ഥാവിശേഷങ്ങൾ അങ്ങനെയാ. കഴിഞ്ഞ 10 കൊല്ലങ്ങൾ നമ്മുടെ വിദേശ ട്രാൻസാക്ഷനുകളൊക്കെ പ്രശ്നമായി. 10 കൊല്ലങ്ങൾ സുവിശേഷകർ ആക്രമിക്കപ്പെട്ടു ഇന്ത്യ മഹാരാജ്യത്ത്. നമുക്ക് FCR അടക്കമുള്ള നിബന്ധനകളിൽ, നിയമങ്ങളിൽ കാതലായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടു. സുവിശേഷകർ ആക്രമിക്കപ്പെട്ടു, പള്ളികൾ ഉഴുതുമറിച്ചു. നിരാശ വേണ്ട. ഈ 10 കൊല്ലമാണ് നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും അധികം വളർന്നത്. ശതമാന കണക്കൊക്കെ പണ്ടേ വെട്ടി അപ്രസക്തമാക്കുന്ന വിധത്തിൽ
ദൈവം വഴിയൊരുക്കിക്കൊണ്ടിരിക്കുക. ആ മാറ്റങ്ങളുടെ മാറ്റൊലിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കിന്ന് ചിന്തിക്കാം, ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന നസ്രായനെ ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് തെറ്റുപറ്റാത്തവൻ പറഞ്ഞറിയിച്ചതെന്തോ അതിതാ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒന്നുറപ്പിച്ച് നമുക്കിവിടം വിട്ടു പിരിയണം. എന്തത്? യേശുവിനെ കുറിച്ച് ദൈവപുത്രൻ എന്ന സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ് പത്രോസ്. ആദ്യം കണ്ട ഒരു സന്ദേശം, രണ്ടാമത് കണ്ടൊരു വെളിപ്പാട്. ഈ വെളിപ്പാട് പ്രാപിച്ചവൻ ഏറ്റവും ഒടുവിൽ ഒരു ജനാവലി അക്രമാസക്തരായി ചുറ്റും നിൽക്കുമ്പോൾ അടിപതറാതെ നിവരെ നിന്നുകൊണ്ട് പറയുക, മറ്റൊരുത്തരിലും രക്ഷയില്ല. ഘട്ടം ഘട്ടമായി പുരോഗമിച്ച വിശ്വാസത്തിന്റെ തീവ്രത. ഒരിക്കൽ അവൻ പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ അതിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങളെങ്ങും പോവില്ല. രണ്ടാം ഘട്ടം പറയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആദ്യം നിത്യജീവന്റെ മൊഴി ക്യാരി ചെയ്യുന്ന ഒരു ദൂതന, ഒരു സന്ദേശവാഹകന എന്നിടത്തുനിന്ന് ആരംഭിച്ചിട്ട് പറയാ, കേവലം സന്ദേശവാഹകനല്ല, ദൈവകൃപ കനിഞ്ഞ് രൂപപ്പെട്ട് ബാഷ്പീകരിച്ച് നഷ്ടപ്പെട്ടു പോയ ലോകത്തിൽ നിന്ന് ഏറ്റവും ശക്തമായി അത് കനീഭവിച്ചുറഞ്ഞുകൂടി കിടക്കുന്ന മനുഷ്യരൂപമെടുത്ത ദൈവമാണീ, മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ മനുഷ്യഭാവമാണീ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ വെളിപ്പാടിന്റെ അടുത്ത ഘട്ടം ഒരു പ്രഖ്യാപനമാ, മറ്റൊരുത്തനിലും രക്ഷയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് വരെയുള്ള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ കണക്ക് പറഞ്ഞാൽ ലക്ഷങ്ങളിലൊന്നും തീരില്ല. കോടിക്കണക്കിന് മനുഷ്യരെ DC പ്രസിദ്ധം ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട്. 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയൊരു കൃതിയാണ്. ഡോക്ടർ വിനിൽ പോൾ എഴുതിയാണ്. അതിലൊരു കഥയുണ്ട്. മാടത്തി എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഒരു വയലിപ്പണിയെടുക്ക അടിമയാണ്. വയലിപ്പണിയെടുക്കുന്ന ഒരു യജമാനൻ്റെ സ്വന്തം പണിയെടുക്കുന്ന ആ സ്ത്രീ കുടുംബവും ഒരിക്കൽ അതുവഴി കടന്നുപോയ ഒരു തമിഴ് വംശജനായ സുവിശേഷകനിൽ നിന്ന് സുവിശേഷം കേട്ടു. കുളിച്ചു ശുദ്ധരായി മിഷണറി കൊടുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ് അവർ ദൂരെ മലമുകളിൽ ഒരു ഷെഡ് കെട്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. പണിക്ക് നേരത്തെ വരും, കഠിനാധ്വാനം ചെയ്യും. ഇന്നലെ വരെ യജമാനനെ കൊല്ലാനുള്ള വെറുപ്പായിരുന്നെങ്കിൽ യജമാനെ ജോലിയൊക്കെ നേരത്തെ തീർത്ത് അടിയന് പ്രാർത്ഥനയ്ക്ക് പോകണം. യജമാൻ അനുവദിച്ചു, കാരണം ജോലി ചെയ്യല്ലോ. പക്ഷെ ഒരു കുറേ ദിവസങ്ങളായി മാടത്തി എന്ന ഈ സ്ത്രീയെ കാണുന്നില്ല. അളയിച്ച് വിളിപ്പിച്ചപ്പോൾ പറഞ്ഞു, യജമാനനെ, ഞാനൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുക. ആ പദവൊക്കെ വേറെ രൂപത്തിലാണ്. യജമാനനെ, നിനക്ക് വേണ്ടി ഒരു പുതിയ അടിമക്കടാത്തനെ ഞാൻ ഗർഭാശയത്തിൽ കൊണ്ടു കിടക്കുക. അവൻ വളർന്നാൽ നിനക്കും അടിമയാകും. അതിനെ സംരക്ഷിക്കണം. ആണോ? നീ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ മലയും കാട് പോയി കിടന്ന് കഴിഞ്ഞ ആഴ്ചയിലും പ്രാർത്ഥിക്കാൻ പോയോ? പോയി. കൊട്ടിയോ പാടിയോ തുള്ളിയോ? തുള്ളി. നാളെ പണിക്ക് വരണം. അലച്ചു നോക്ക്. മാടത്തി പിറ്റേന്നും വന്നു. നിലമുഴണം. പൂർണ്ണ ഗർഭിണിയാ. കഴുത്തിലേക്ക് മുഖം വെച്ചു. രണ്ടാളും ചേർന്ന് നിലമുഴുന്ന വേളയിൽ അല്പം ഭാവനാസമ്പന്നമാണോ അടുത്ത് പറയുന്നത് എനിക്കറിയില്ല. പൂർണ്ണ ഗർഭിണിയായ സ്ത്രീക്ക് ഈ കണ്ടത്തിലൂടെ ആ വേഗത്തിൽ നടക്കാൻ കഴിയാഞ്ഞിട്ട് കന്നുകാലി സഹതാപത്തോടെ നോക്കിയെന്നാണ് ഈ സ്ത്രീയെ. മൃഗത്തിനുമുണ്ട് ഈ ബോധം നഷ്ടപ്പെട്ടെടുത്ത് ഇത്തരം മനുഷ്യരെ തിരഞ്ഞു പിടിച്ചു രക്ഷിച്ചത് യേശുവിൻ്റെ സുവിശേഷമാണ്. ഒന്നുകൂടി പറയട്ടെ, അരുതാത്തത് അവിടെ സംഭവിച്ചു. മാടത്തി ഒരു ചോരക്കുഞ്ഞിനെ ആ കണ്ടത്തിൽ പ്രസവിച്ചിട്ടു. തവള ചാടും പോലെ ആ കുഞ്ഞ് 1-2 വട്ടം ചാടി ആ വെള്ളത്തിൽ വീണു. മാടത്തിമോടെ വീണ് മരിച്ചു. അത്തരം മാടത്തിമാർ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ പ്രസ്ഥാനമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതിന് മതപരിവർത്തനം എന്ന് പേരിട്ട് ചുരുക്കി കാണരുതേ.
അത് മരണം വന്നാലും പിന്മാറാത്ത നിശ്ചയദാർഢ്യത്തിന്റെ പേരാണെങ്കിൽ ആ നിശ്ചയദാർഢ്യം ഉള്ളിന്റെ ഉള്ളിൽ കത്തുന്ന ജ്വലിക്കുന്ന നമുക്ക് ഒരേ സ്വരത്തിൽ ഈ സുവിശേഷം ഇവിടെ പറയാം, മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമം. ഈ മഹത്തരമായ നാമത്തിന് ഹൃദയമേൽപ്പിച്ചു കൊടുക്കാൻ, ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാൻ ആരിന്ന് രാത്രി തയ്യാറുണ്ട്? അവരെ തിരഞ്ഞണയുന്ന ദൈവസ്നേഹം നിങ്ങൾക്കായി ഒന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്തദാസന്മാർ പ്രാർത്ഥിച്ച ആശീർവാദം പറയുമ്പോഴോ അതിന്റെ ഇടയിലോ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. പ്രവർത്തിക്കുന്ന യേശു നിങ്ങളുടെ ജീവിതത്തെ സമഗ്രതയിൽ അതിന്റെ കൃത്യതയിൽ പുനർനിർമ്മിക്കുവാൻ പ്രാപ്തനായി ഈ രാത്രി നമ്മുടെ കൂടെയുണ്ട്. യേശുവിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, കർത്തൃകരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങൾ കൊണ്ട് കർത്താവ് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.